കാടു കുളിരിന് കൂടു കുളിരിന് മാറും. ഇറങ്ങടാ. നോക്കി നിൽക്കാതെ അങ്ങോട്ട് നടക്കടാ. ആ പിടി. ആരാ? അയ്യോ അപ്പു. ഓടിക്കോ. അവന്മാരെന്നാ പറയാനാ? താൻ വടിച്ചു ജീവിക്കുന്നു, ഞാൻ പൊടിച്ചു ജീവിക്കും, അത്രേ ഉള്ളൂ. അയ്യോ അതാരാണ്? അപ്പൂട്ടനല്ലേ? നീനാടാ ഒരു കട്ടേച്ചോ കൊന്നച്ചോട് വരുന്നേ? അതൊരു ഏനക്കേട് പിടിച്ച ഓട്ടമാണല്ലോ താമരാക്ഷ. ആ വാ. മോഹൻ സാറേ, മോഹൻ സാറേ, മോഹൻ സാറേ, മോഹൻ സാറേ. ഓ നീയാണോ? എന്താടാ അർദ്ധരാത്രി പറയണ? സാർ ഒന്ന് പുറത്തു വന്നേ. നീ കാര്യം പറ. ആ സുഗന്ധിയെ ആരും കൊന്നു. നീ അങ്ങോട്ട് പോ, ഞാൻ വരാം. നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ കണ്ടു സാർ. 2-3 പേര് ചേർന്ന് ശവം ആറ്റുതീരത്തുള്ള തെങ്ങും തോപ്പിക്കൊണ്ടിട്ടു. ചാണ്ടി കുഞ്ഞാശാന്റെ വണ്ടിയിലാ ശവം കൊണ്ടുവന്ന്. നീ എന്തിനാ തെങ്ങും തോപ്പി പോയത്? നിന്റെ വീട് അവിടെ അല്ലല്ലോ. അവിടെ ചെത്ത് തെങ്ങുണ്ട്. ഞാനിത്തിരി കള്ളു കുടിക്കാൻ വേണ്ടി തെങ്ങ കയറിയപ്പോഴാ എന്നെ കണ്ടതും ശവവും വണ്ടി ഇട്ടേച്ച് അവർ ഓടിക്കളഞ്ഞു. ചാണ്ടി കുഞ്ഞാശാന്റെ വണ്ടി ശവം കൊണ്ടുവന്നാരാണെന്ന് നിനക്ക് ഒരു പിടിയില്ലേ? ഇല്ല സാർ, നല്ല ഇരുട്ടായിരുന്നു. സംഭവം വേറെ ആരെങ്കിലും കണ്ടോ? ഇല്ല, ഞാൻ ഓടിപ്പോരുന്നത് താമരാശനും പുഷ്കരനും കണ്ടു. പക്ഷെ ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല. നീ വീട്ടിലേക്ക് വയ്ക്കോ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അപ്പോ തൽക്കാലം ആരോടും പറയണ്ട, നീ വീട്ടിൽ തന്നെ ഇരുന്നാ മതി. എല്ലാവരും അകത്തു പോകും, എന്റെ തൊപ്പി തെറിക്കും. ഇതൊക്കെ ഇത്ര റഫായിട്ട് ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ? അന്യോന്യം കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? ഞങ്ങൾ മാത്രമല്ലല്ലോ, താനും അകത്തു പോകും. അതങ്ങനെ? അത് ഞാനിനി വിസ്തരിക്കണോ? രക്ഷപ്പെടാനുള്ള വഴി ആലോചിക്കണോ? ആ അപ്പു എന്റെ കയ്യിൽ തന്നെ വന്ന് കുടുങ്ങിയത് എല്ലാവരുടെയും ഭാഗ്യം. അവനൊരു വിടുവായന. നാളെ നേരം വെളുത്ത സംഗതി ലോകം മുഴുവൻ അറിയും. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു വഴിയേ ഉള്ളൂ, ആ ബോഡിയും കാറും അവിടുന്ന് മാറ്റണം. എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി നശിപ്പിക്കണം. പക്ഷെ അപ്പു കള്ളു കുടിച്ചിരുന്നു. അതുകൊണ്ട് അത് മെഡിക്കൽ ടെസ്റ്റ് തെളിയിക്കാം. ഫിറ്റായപ്പോ അവന്റെ ഒരു ഹാലൂസിനേഷൻ. എല്ലാം വെറും തോന്നൽ.
ആരും ആരെയും കൊന്നിട്ടില്ല. അവന് ചുമ്മാ തോന്നിയതാ. അപ്പൊ പിന്നെ ആ പെണ്ണെവിടെ പോയി? ആ ഇറ്റ് ഈസ് നൺ ഓഫ് അവർ ബിസിനസ്. ഏതോ ഒരു നൃത്തക്കാരി പെണ്ണ് മിസ്സിംഗ്, കാണാനില്ല. എടോ ഗോപ, ആ? നമുക്കൂടെ പോകാമായിരുന്നു. നല്ല ഒന്നാം തരം വിഡ്ഢികളെയാണ് അയച്ചിരിക്കുന്നത്. ആ, താനൊന്ന് സമാധാനപ്പെട്. അവര് പോയി ബോഡിയായിട്ട് വരട്ടെ. കഷ്ടകാലത്തിന് നമ്മളെ ആരെങ്കിലും കണ്ടാ അതോടെ തീർന്നു. അവന്റെ ഓട്ടം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ഇതൊരു കൊലപാതകമായിരിക്കുമെന്ന്. ഒരു കാര്യം ചെയ്യേ, കുക്കറിനെ ഇവിടെ നിൽക്ക്, ഞാൻ വീട് റിപ്പോർട്ട്. അതങ്ങ് മനസ്സിരിക്കട്ടെ. അതെന്നാ? എടോ, കൊലപാതകമില്ലാത്ത എത്ര വഴികളുണ്ട് ഇവിടെ. താനല്ലേ എന്നെ ഈ വഴി കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ താനിവിടെ ഇരിക്കാൻ, ഞാൻ പോയിട്ട് വരാം. നിന്നേ, വഴിയിൽ എത്ര അനാഥ പ്രേതങ്ങൾ കിടക്കുന്നു. താനല്ലേ ഒന്നാം സാക്ഷി. അവിടെ താനിവിടെ നിൽക്ക്, ഞാൻ വീട് റിപ്പോർട്ട്. എടോ, ഞാൻ കണ്ടപ്പോ അനാഥ പ്രേതമല്ലായിരുന്നു, ജീവനുള്ള പ്രേതമായിരുന്നു. താൻ കണ്ടപ്പോൾ അനാഥ പ്രേതം. അവിടെ താനിവിടെ ഇരിക്കാൻ, ഞാൻ പോയിട്ട് വരാം. നിക്ക്. ഏതായാലും ഒരുമിച്ചല്ലേ വന്നത്, ഒരുമിച്ചങ്ങ് പോവാം. എന്തായാലും ഒന്നാം സാക്ഷി കുക്കറിനാ. പറയും ഒന്നാം സാക്ഷി തന്നെ പറയും. മരിച്ചുപോയ വലിയൊരു ചവരക്കാരുണ്ടായിരുന്നു, വേലു. അങ്ങേര് പറയും. ദേ, ഗോപ, എന്താ ഇത്ര വൈകിയത്? ഒരു രക്ഷമില്ല മുതലാളി, അവിടെ ആളും ബഹളമായി പോയി. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഇല്ല, വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ ഒളിച്ചും പതുങ്ങിയാ പോയത്. താൻ എന്താ ആലോചിക്കുന്നത്? ഇനി എന്താ ചെയ്യേണ്ടെന്ന് പറ. ഗോപ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? താൻ കിടന്ന് ബഹളം ഉണ്ടാക്കി അവരെ കൂടെ വരട്ടാതെ. ഞാനൊന്ന് ആലോചിക്കട്ടെ. വിജയം പോയിക്കോ. ശരി സാർ. അപ്പോ ഇരിക്കെ. നല്ല ഉറക്ക ക്ഷീണമുണ്ടെന്ന് തോന്നല്ലോ അപ്പൂനെ. ആ ഇരിക്കപ്പോ. സാർ എന്നെ എന്തിനാ വിളിച്ചത്? ഞാനിപ്പോ എന്താ പറയേണ്ടത്? കാര്യങ്ങളൊക്കെ ആകെ കുഴഞ്ഞെടുക്കാണല്ലോ അപ്പു. അപ്പു എന്നോടൊന്ന് സഹകരിക്കണം. ആ താമരാക്ഷനും പുഷ്കരനും രാത്രിയിൽ നീ ഓടുന്ന കണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ. ആ അവരത് പോലീസിൽ പറഞ്ഞു. ആ കാറിൽ നീ അവളെയും കൊണ്ട് ചുറ്റുന്നത് പലരും കണ്ടവരുണ്ട്, ചന്തയിലും മറ്റും. ഒറ്റ നോട്ടത്തിൽ തെളിവുകൾ നിനക്കെതിരാണ്. സാർ, പേടിക്കണ്ട. എല്ലാരെയും ബോധ്യപ്പെടുത്താൻ നിന്നെ ഒന്ന് അറസ്റ്റ് ചെയ്യണം. ഞാനല്ലേ പറയുന്നത്. എന്നെ എന്തിനാ അറസ്റ്റ് ചെയ്യുന്നത്? ഇപ്പൊ കേസ് എന്റെ കയ്യിലാ. എനിക്ക് എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കാം, ഓടിക്കാം, നിന്നെ രക്ഷപ്പെടുത്താം. ഉടനെ കുറ്റവാളി അറസ്റ്റ് ചെയ്തില്ലേ നാട്ടുകാർ ബഹളം ഉണ്ടാക്കും. നീ എന്റെ ആളാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ കേസ് എന്റെ കയ്യിൽ നിന്ന് പോകും. സാർ, ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ തെങ്ങയിലിരുന്ന്. അതൊക്കെ എനിക്കറിയാം. വിജയം പോ. എനിക്ക് നിന്നെ വിശ്വാസമാണ്. പക്ഷെ നിനക്കെതിരാണ് തെളിവുകളല്ല. 2 ദിവസം കഴിഞ്ഞോട്ടെ, ഞാൻ എല്ലാം ഒതുക്കിക്കൊള്ളാം. അപ്പോഴത്തേക്ക് ജനങ്ങളും ഒന്ന് അടങ്ങും. സാർ, ഞാൻ പോയിട്ട് വരാം. അയ്യേ, എന്തായി പറയുന്നേ? അല്ല സാർ, ഞാൻ പോയിട്ട് അമ്മയെടുത്തും അബൂക്കെടുത്തും സരോജിനിയെടുത്തും രാമൻകുട്ടിയെടുത്തൊക്കെ പറഞ്ഞിട്ട് വരാം. അല്ലെങ്കിൽ അവര് പേടിക്കും. ഒന്നുമില്ല, ഞാൻ പറഞ്ഞോളാം. സാർ, ഒന്നും പേടിക്കണ്ട, ഞാനല്ലേ പറയുന്നത്. സാർ, ഞാൻ പോയിട്ട് വരാം. സാർ, തെളിവുകളൊക്കെ വളരെ സ്ട്രോങ് ആണ് സർ. വിറ്റ്നസ്സുകളൊക്കെ സ്ട്രോങ് ആണ്. പക്ഷെ ഐ വിറ്റ്നസ്സുകളൊന്നുമില്ലല്ലോ, ദൃക്സാക്ഷികൾ. ഐ വിറ്റ്നസ് ഇല്ല, ബട്ട് സംഭവം നടന്നതിന് ശേഷം അവൻ ഓടിപ്പോകുന്ന കണ്ടവരുണ്ട്. കാർ ഓടിച്ചിരുന്നു അവൻ തന്നെയാ. അതെ, പക്ഷെ അയാൾ കുറ്റം സമ്മതിച്ചോ? ഇല്ല, ബട്ട് ഇറ്റ് ഈസ് നാച്ചുറൽ. ഇനിയിപ്പോ സമ്മതിച്ചാൽ തന്നെ കോടതി നിഷേധിക്കല്ലേ പതിവ്. ദെൻ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ മർഡർ? എന്താ കൊലയുടെ ഉദ്ദേശം? FIR കാണുന്നില്ല.
ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. തെളിവുകൾ എത്ര സ്ട്രോങ് ആണെങ്കിലും സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് അല്ലേ ഉള്ളൂ. പർപ്പസ് എന്താണ്? റേപ്പ്? നോ, മേ ബി അല്ലേ ഉള്ളൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ റേപ്പ് അറ്റംപ്റ്റ് കാണുന്നില്ല. ഒരു മോഷണ ശ്രമം, അതിനും പോസിബിലിറ്റി കാണുന്നില്ല. ഒരു സാധാരണ ബാലയക്കാരി, അവളുടെ കഴുത്തിലും കാതിലും ഒക്കെ ഉണ്ടായിരുന്ന ഇമിറ്റേഷൻ ഗോൾഡ്, അത് ഡെഡ് ബോഡിയിലുണ്ടല്ലോ. പർപ്പസ് ഉണ്ട് സർ. ഇവൻ ആ ബാലെ ട്രൂപ്പിലൊക്കെ കറങ്ങി തിരിഞ്ഞ് നടന്നവനാണ്. അവിവാഹിതൻ, ജോലിയില്ലാത്ത ചെറുപ്പക്കാരൻ. കണ്ടാൽ കൊള്ളാവുന്ന ഒരു പെണ്ണിനെ അടുത്ത് കിട്ടുമ്പോ തന്നെയുമല്ല, ഇവൻ ഒരുപാട് പ്രാവശ്യം ആ കുട്ടിയോട് പ്രേമാഭ്യർത്ഥന നടത്തുകയും ആ കുട്ടി മറ്റൊരാളെ സ്നേഹിക്കുന്ന കാര്യം ഇവനോട് വ്യക്തമാക്കുകയും ചെയ്തതാണ്. അവൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരിക്കാം. അവൾ ആ പ്രേമം നിഷേധിച്ചു. അങ്ങനെ പൂർണ്ണമായും ഒരിക്കലും അവളെ തന്റെ ജീവിതത്തിലേക്ക് കിട്ടില്ല എന്ന് ഉറപ്പായതിനു ശേഷം പ്രതി നമ്മൾ തമ്മിൽ സഹോദരീ സഹോദരന്മാരായിരിക്കും ഇനി മുതൽ എന്നൊക്കെ പറഞ്ഞ് കാറിൽ കയറ്റിയിരിക്കാം. അങ്ങനെയാവാമല്ലോ സർ, അതിനാ പോസിബിലിറ്റി. ആ കുട്ടിയുടെ അടുത്ത് അപ്പു വളരെയധികം താല്പര്യം കാണിച്ചിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. നിഷേധിക്കപ്പെട്ട ഒരു പ്രേമത്തിന്റെ പ്രതികാരമായിക്കൂടെ സർ? ഏതായാലും ഞാൻ നാളെ വരാം. മിസ്റ്റർ ഗോപൻ പോയിക്കോളൂ. സർ. ആദ്യം കണ്ട നാൾ മുതൽ സുഗന്ധിയോട് എനിക്ക് തോന്നിയ അഭിനിവേശം നാൾക്കുനാൾ വർദ്ധിച്ചു വന്നു. പലപ്പോഴും അവളോട് എന്റെ ഇംഗിതം അറിയിച്ചെങ്കിലും അവൾ വഴങ്ങിയില്ല. സംഭവ ദിവസം ഇന്ന് എന്തായാലും കാര്യം സാധിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അമിതമായി മദ്യപിച്ചു. സുഗന്ധി വീട്ടിലേക്ക് പോകുന്ന വിവരം എനിക്കറിയാമായിരുന്നു. പ്രാക്ടീസിനാണെന്ന് പറഞ്ഞ് ഡ്രൈവിംഗ് ആശാന്റെ വണ്ടി ഞാൻ വാങ്ങി. ബസ് സ്റ്റാൻഡ് ഇറക്കാമെന്ന് പറഞ്ഞ് സുഗന്ധിയെ വണ്ടി കയറ്റി ബസ് സ്റ്റാൻഡ് ഇറക്കാതെ വഴിതെറ്റിച്ച് ശവം കണ്ടതിനടുത്തുള്ള കുറ്റിക്കാടിനടുത്തെത്തി. സമയം വല്ലാണ്ട് ഇരുട്ടിയിരുന്നു. ഇല്ല, ഇതെല്ലാം കള്ളമാണ്. ഞാൻ പറയില്ല. നീ പറയില്ല, പറയാൻ പറയണം. അപ്പു, അപ്പു എന്നോട് ക്ഷമിക്കണം. ഈ പോലീസുകാരുടെ രീതി എന്ന് പറഞ്ഞാലേ ഇങ്ങനെ. ഒരു കൊലക്കേസ് വന്നാ സംശയം വെച്ച് ഒരുത്തനെ പിടിക്കും. തെളിവൊന്നും വേണമെന്നില്ല. വരുന്നവനും പോകുന്നവനും തല്ലി അങ്ങ് സമ്മതിപ്പിക്കും. ഇപ്പൊ തല്ലിതെന്റെ കീഴുദ്യോഗസ്ഥനാ, അതെനിക്ക് തടയാൻ പറ്റി. നാളെ വരുന്നത് എന്റെ മേലുദ്യോഗസ്ഥനാ, DSP. അദ്ദേഹം എന്തെങ്കിലും ചെയ്താൽ ഞാൻ കണ്ടുകൊണ്ട് നിൽക്കേണ്ടി വരും. ഞാൻ പറയാൻ വന്ന അതല്ല, ആ സുഗന്ധിയുടെ അച്ഛൻ DSPക്ക് ഒരു കംപ്ലൈന്റ് അയച്ചിട്ടുണ്ട്. നീയും ആ പെണ്ണും തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നെന്നും അതിന്റെ പ്രതികാരത്തിന് നീ കൊന്നതാണെന്നും ആ പറയുന്നത്. DSP നാളെ വന്നിട്ട് ഇതേക്കുറിച്ച് ചിലപ്പം ചോദിക്കും. ഭാഷ മാറ്റിയായിരിക്കും ചോദിക്കുക. പ്രേമമായിരുന്നോ ഇഷ്ടമായിരുന്നോ എന്നൊക്കെ ചോദിക്കും. നിഷേധിക്കാൻ പോണ്ട. പ്രേമമായിരുന്നു എന്ന് തന്നെ കാച്ചിയത്. പ്രേമിക്കുന്ന പെണ്ണിനെ ആരും കൊല്ലുകയല്ലോ. തൽക്കാലം രക്ഷപ്പെടാൻ ഒരു കള്ളം. അപ്പുവിനെ വിട്ടു മോനെ. അപ്പു ആരെയും കൊന്നിട്ടില്ല. ആരെയും കൊല്ലാൻ അവന് പറ്റത്തില്ല മോനെ. അവൻ നിരപരാധിയാണ്. നിരപരാധി എന്തിനാ കൊലക്കുറ്റത്തിന് ലോക്കപ്പിലാകുന്നത്? ഇതിലെന്തോ ചതിയുണ്ട്. അല്ലെങ്കിൽ തന്നെ അവനെന്തിനാ ആ പെൺകുച്ചിനെ കൊല്ലുന്നത്? അതുകൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ അന്വേഷണം തീർന്നു. കിട്ടേണ്ടത് കിട്ടിയാൽ എന്തിനാ കൊന്നത്, എങ്ങനാ കൊന്നത്, തത്ത പറയുന്ന പോലെ അവൻ പറയും. അത് ഞാൻ പറയിച്ചോളാം. അമ്മ പറയുന്നത് പോലെ ആയിരിക്കില്ല കാര്യങ്ങള്. ആരെയും അത്രയ്ക്കൊന്നും വിശ്വസിച്ചുകൂടാ. ഒരു വല്ലാത്ത സാഹചര്യത്തില് അപ്പു ചിലപ്പോ... എന്ത് സാഹചര്യം? ഒന്നുമില്ല, എല്ലാം ചതിയാ. ആ പാവത്തിനെ എല്ലാരും കൂടെ ചതിച്ചതാ. അലമേലു വരൂ. ബാലയക്കാരി അല്ലേ? അന്നേ. എന്താ ബാലയുടെ പേര്? ഉണ്ണിയാർച്ചയുടെ മകൻ. അതിലാ സുഗന്ധി അഭിനയിച്ചിരുന്നേ. എന്താ പേര്? പുത്തൂരം വീട്ടി കന്നി. നിങ്ങളുടെ പേരാ ഞാൻ ചോദിച്ചത്. അലമേലു. സുഗന്ധി ആളെങ്ങനായിരുന്നു? നല്ലൊരു ഡാൻസറായിരുന്നു സാറേ. അതല്ല, മറ്റു കാര്യങ്ങളൊക്കെ.
എന്റെ അറിവിൽപ്പെട്ടിടത്തോളം ഒരു ദോഷവും ഇല്ലാത്ത ഒരു കുട്ടിയായിരുന്നു. സുഗന്ധി മരിച്ച ദിവസം എന്താ ഉണ്ടായത്? ആ കുട്ടിക്ക് വീട്ടിൽ പോണെന്ന് പറഞ്ഞു. മുത്തശ്ശിയുടെ ശ്രാർത്ഥമെന്നോ അങ്ങനെന്തോ ആണ് പറഞ്ഞത്. 2 ദിവസത്തിനകം തിരിച്ചു വരണമെന്ന് ഞാൻ പറഞ്ഞു. അതും സമ്മതിച്ച് ഉച്ച കഴിഞ്ഞൊരു 4-4:30 ആയി കാണും. അവള് ബാഗും എടുത്ത് പോയി. ഒറ്റയ്ക്കാ പോയത്. അപ്പുക്കുട്ടനും നിങ്ങളുടെ ബാലെ ട്രൂപ്പും തമ്മിൽ എന്താ ബന്ധം? അവനങ്ങനെ നേരിട്ട് ബന്ധമൊന്നുമില്ല. മരിച്ചുപോയ അവന്റെ അമ്മയാണ് എന്റെ ഗുരു. ആ നിലയ്ക്ക് ചെറുപ്പം മുതലേ അവനെ എനിക്കറിയാം. അവൻ വീട്ടിൽ വരും, അല്പം പാടും, വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യും. അപ്പുക്കുട്ടൻ സുഗന്ധിയോടും മറ്റ് നർത്തകികളോടും എങ്ങനെയാ പെരുമാറിയിരുന്നത്? അവൻ എല്ലാവരോടും സ്നേഹമായിട്ടേ പെരുമാറിയിരുന്നുള്ളൂ സാർ. ആരാടാ താമരാശനും പുഷ്കരനും? അപ്പോ സുഗന്ധിയെ കാറ് കയറ്റുന്നത് നിങ്ങൾ കണ്ടോ? കാറെ കയറ്റുന്ന ഞങ്ങൾ കണ്ടില്ല, പക്ഷെ ചന്ത കാറെ വന്ന് ഇറങ്ങുന്ന ഞങ്ങൾ കണ്ടു. എപ്പോ? സംഭവം നടന്ന ദിവസം സുഗന്ധിയെ കാറിലെത്തി അപ്പുക്കുട്ടൻ അബൂക്കാരെ ചായക്കടയിലേക്ക് കയറി. അപ്പൊ ഞാനും താമരാഷ്ട്രം കൂടെ വരാന്ത ഇരുന്ന് ചായ കുടിക്കുകയായിരുന്നു. അബൂക്കാട് എന്തോ പറഞ്ഞിട്ട് പിന്നെ അവൻ കാറെടുത്തോണ്ട് പോയി. ഒരു സൈസ് മറ്റേ നോട്ടം ഞങ്ങൾ നോക്കിയിട്ട്. മറ്റേ നോട്ടമോ? അതെന്ത് നോട്ടം? ഒരുമാതിരി പേടിപ്പിക്കുന്ന തരത്തില്. എന്നിട്ട് കടയടച്ചേച്ച് ഞാനും ബുക്കരും കൂടെ എന്നും ഒന്നിച്ചാ പോകാറ്. അന്ന് ഞങ്ങൾ ഓരോന്ന് പറഞ്ഞ് നടന്നു വരുമ്പോ എതിരെ അപ്പുക്കുട്ടൻ ഓടിക്കതച്ച് വരുന്ന ഞങ്ങളെ കണ്ട് പരിങ്ങിയിട്ട് ഒറ്റ ഓട്ടം. അതൊരേനക്കേട് പിടിച്ച ഓട്ടമായിരുന്നു. എന്തോ ഏടാകൂടെ ഉണ്ടല്ലോ എന്ന് അപ്പോഴേ ഞങ്ങൾ ഓർത്തു. കുറച്ചു ദൂരം ചെന്നപ്പോ ആശാന്റെ കാറ് കിടക്കുന്നു. ചുറ്റുപാടും നോക്കിയപ്പോ ദാ കിടക്കുന്നു പെണ്ണിന്റെ ശവം. അപ്പോ സുഗന്ധിയെ കൂട്ടി നിങ്ങളുടെ ചായക്കട വന്നിരുന്നോ? അവനാ പെങ്കൊച്ചിനെയും കാറേ കയറ്റി ചന്തയിൽ വന്നു എന്നുള്ള നേര് തന്നെയാ. ദുബായി പോണതിന് മുമ്പ് ഗുരുവായൂരൊക്കെ പോയി തൊയ്തേച്ചുള്ള വരവാ. ആ പെണ്ണിനെയും കയറ്റി എന്തിനാടാ ചന്തയിൽ വന്നതെന്ന് ചോദിച്ച് ഞാൻ അവരെ ഭയക്കും പറഞ്ഞു. ആ കൊച്ചിനെ വയിലെങ്ങാണ്ട് വെച്ച് കണ്ടതാ. പരിചയമുണ്ടല്ലോ. ബസ് സ്റ്റോപ്പിൽ ഇറക്കാമെന്ന് വിചാരിച്ച് അവൻ കയറ്റിയതാ. പടച്ചോനെ മറന്ന് ഒന്നും പ്രവർത്തിക്കുന്നവനല്ല സാറേ അപ്പുക്കുട്ടൻ. അവന് ഈ കൊല ചെയ്തിട്ടില്ല. ജനാർദ്ദന കൈമൾ പറഞ്ഞു വരുമ്പോ വലിയ തറവാടായിരുന്നു സാറേ. അതൊക്കെ പണ്ട്. കുടുംബവഴക്കും കേസും ഒക്കെ ആയിട്ട് ഇപ്പൊ കിടപ്പാടം പോലും ഇല്ല. വിവാഹപ്രായമായ പെണ്ണിനെ നാടകമൊന്നും ബാലയെന്നും ഒക്കെ പറഞ്ഞ് നാട് തെണ്ടിച്ചത് ഇഷ്ടമുണ്ടായിട്ടല്ല സാറ്, ഗതികേട് കൊണ്ടാ. അവിടെ ഇടയത്തെങ്കിലും വേറെ 5-6 ഉണ്ട്. വഴി മുട്ടിയത് കൊണ്ടാ ഇറങ്ങി തിരിച്ചത്. സുഗന്ധി മരിച്ചതിന്റെ അടുത്ത ദിവസം സുഗന്ധിയുടെ മുത്തശ്ശിയുടെ, അതായത് നിങ്ങളുടെ അമ്മയുടെയോ ഭാര്യയുടെ അമ്മയുടെയോ മറ്റോ ശ്രാദ്ധം ഉണ്ടായിരുന്നു. ശ്രാദ്ധമോ? അത്താഴപ്പുഷ്ടിക്കാരാണ് സാറേ. അടുത്ത് തീ പോകാത്ത വീട്ടിലാണോ ശ്രാദ്ധം? സുഗന്ധിയും അപ്പുക്കുട്ടനും തമ്മിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉള്ളതായി തോന്നിയിട്ടുണ്ടോ? നാടകക്കാരിയാണെന്ന് വിചാരിച്ച് എന്റെ ബോള് മാനം വിട്ട് കളിക്കുന്നവളല്ല. ഈ നാട്ടിൽ ഞങ്ങൾ ആദ്യം വന്നപ്പോ കണ്ടത് അവനെയാ. അവൻ തന്നെ എന്റെ മകളുടെ കാലിനാവുമെന്ന് ഞാൻ കരുതിയില്ല സാറേ. തന്റെ പേരെന്താ? ആശാൻ. ആശാനോ? അപ്പനും അമ്മയിട്ട പേരെന്താ? ചാണ്ടിക്കുഞ്ഞാശാൻ. ചാണ്ടിക്കുഞ്ഞാശാനോ? അതാണോ പള്ളിയിലിട്ട പേര്? ചാണ്ടിക്കുഞ്ഞ്. പിന്നെ ഈ ആശാനോ? അതാരിട്ടു? ആരിട്ടടോ? ഞാൻ തന്നെ. പകൽ മുഴുവൻ ഡ്രൈവിംഗ് പഠിപ്പിക്കല്, രാത്രി ശവം കയറ്റല്, അങ്ങനെ ഒരു സൈഡ് ബിസിനസ് ഉണ്ടോ തന്റെ കാറിന്? അയ്യോ ഇല്ല സാറേ. ഗുരുവായൂർ പോകണം തൊഴണമെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ചത് കൊണ്ടാ ഞാൻ അപ്പൂന് വണ്ടി കൊടുത്തത്. വരാൻ താമസിച്ചപ്പോ ഞാൻ വല്ലാതെ വിഷമിച്ചു. കാത്തിരുന്ന് മടുത്തിട്ടാ ഞാൻ വീട്ടിലേക്ക് പോയത്. എവിടെ കാത്തിരുന്നു? അവിടെ. എവിടെ? അവിടെ അവിടെ ഉണ്ടല്ലോ. എന്തുണ്ടെന്ന്? പുല്ലങ്ങാട്ട്. പുല്ലങ്ങാട്ട് എവിടാടാ? ഷാപ്പില്. ഏത് ഷാപ്പില്? കേസ് നമ്പർ 53. ഓ പൊയ്ക്കോളാൻ. ഞാൻ പോവാനോ? പിന്നെ അകത്ത് കയറി കിടക്കണോ? വേണ്ട. വയ്ക്കോ. പോവാ. ഇങ്ങടുത്ത് വാ. എന്താടാ നീന്ന് പരിങ്ങുന്നത്? രാമൻകുട്ടി അല്ലേ? അല്ല. അതെ. സുഗന്ധി മരിച്ച ദിവസം എന്താ ഉണ്ടായത്? പേടിക്കണ്ട, കണ്ടത് പറഞ്ഞാ മതി. മനക്കലെ പറമ്പില് എനിക്ക് 5-6 ചെത്തുതങ്ങുണ്ട്. സ്ഥിരമായിട്ട് ആരൊക്കെയോ വന്ന് കള്ള് കട്ട് കുടിക്കും. ഞാനത് ബ്ലാക്ക് വിൽക്കാന്ന് പറഞ്ഞ്
കോൺട്രാക്ടർ ആണെങ്കിൽ ഡെയിലി വഴക്കാം. അങ്ങനെ ഒരു കള്ളക്കച്ചവടം ഉണ്ടോ തനിക്ക്? അയ്യോ ഇല്ല സാർ, ഞാൻ അങ്ങനത്തെ ആളല്ല സാർ. ആ, എന്നിട്ട് കള്ളനെ പിടിച്ചോ? ഓ എവിടെ കിട്ടാനാ സാറേ, ഇന്ന് മുതുപാതിരായ്ക്കാണെങ്കിൽ നാളെ കൊച്ചുവെളുപ്പാങ്കാലത്തായിരിക്കും മോഷണം നടക്കുക. അങ്ങനെ മടുത്തിട്ടാ ഞാൻ അറ്റകൈ ചെയ്യാമെന്ന് വിചാരിച്ച്. അതെന്താ? കള്ളും കൊടുത്തി ഇത് ചെവിയറിയാതെ നായങ്കരണപ്പൊടി കലക്കും. നായങ്കരണപ്പൊടിയോ? അതെന്തിനാ? അപ്പൊ പിന്നെ കള്ള് കട്ടുകുടിക്കുന്നവർക്ക് വയറിളകുകയും ദേഹാസകലം ചൊറിയുകയും ചെയ്യും. ആ, എന്നിട്ട് എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? അത് ഞാൻ പറയാതെ നിനക്കറിയില്ലേ? അപ്പോ മര്യാദയ്ക്ക് പെരുമാറണം. നിങ്ങൾ പറയുന്ന അനുസരിക്കാൻ എനിക്ക് വയ്യ. പ്രേമം എന്താ ഇങ്ങനെ ബലം പ്രയോഗിച്ച് പിടിച്ചു വാങ്ങേണ്ടതാണോ? പ്രസംഗം വേണ്ട സുഗന്ധി, ഞാൻ അവസാനമായിട്ട് ഒന്നുകൂടെ ചോദിക്കുകയാണ്. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ലേ? ഓഹോ, എങ്കിൽ മറ്റൊരുത്തൻ്റെ കൂടെ ജീവിക്കാൻ നിന്നെ ഞാൻ വിടില്ലടി. വാടാ. സുഗന്ധിയെ കൊന്നത് നീയാണോ? എന്തിനാ കൊന്നത്? വായി നാക്കില്ലടാ. ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങൾ തമ്മിൽ പ്രേമമായിരുന്നോ? എടാ നിങ്ങൾ തമ്മിൽ ഇഷ്ടമായിരുന്നോന്ന്. എന്ത് എടാ നിങ്ങൾ നമ്മൾ ഇഷ്ടമായിരുന്നോ? ഇഷ്ടമായിരുന്നു.